ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ S24 എക്സിനോസ് വരുന്ന ഈ X24ൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ ആണ്. ഇത് ഗെൻഷിൻ ഇമ്പാക്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഗെൻഷിൻ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പം ഏറ്റവും നന്നായിട്ട് ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഗെൻഷിൻ ഇമ്പാക്റ്റ്. അത് ഏതൊരു ഡിവൈസിലാണെങ്കിലും ശരി, ഈവൻ PC-യിൽ ആണ് നോക്കുന്നെങ്കിൽ പോലും ഇത് കുറച്ച് ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. സോ എക്സിനോസിൻ്റെ ഈ വേർഷൻ എങ്ങനെയാണ് ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കാനെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. 37°C ആണ്. GPU വന്നിട്ട് 77 ആയി. സ്റ്റാർട്ട് ചെയ്യാൻ പോണതേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ മാക്സിമം സെറ്റിങ്സിൽ ഇട്ടേക്കാണ്. അതാണ് GPU യൂസേജ് എപ്പോഴും ഒരു 100 അടുപ്പിച്ച് വരും. ഞാൻ സെറ്റിങ്സ് ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊരു 4 മാസം ഞാൻ യൂസ് ചെയ്ത ഫോണാണ്. അപ്പോൾ ഈ ഒരു 4 മാസത്തിന് ശേഷമുള്ളതിൻ്റെ പെർഫോമൻസ്. ഇത് ഞാൻ ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. 60 FPS അടുപ്പിച്ചാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. സെറ്റിങ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സെറ്റിങ്സ്, ഗ്രാഫിക് സെറ്റിങ്സിനകത്ത് കസ്റ്റമാണ് കിടക്കുന്നത്. അതായത് ഹയസ്റ്റ് ഇട്ടിട്ട് ബാക്കി എല്ലാം ഹയസ്റ്റ് ആണ്. ഹൈ എല്ലാ സെറ്റിങ്സും ഹൈ ആണ്. FPS ഞാൻ 60 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓവർ ക്ലോക്ക്ഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, GPU മാക്സിമത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ എടുത്ത് പറയുന്ന ഒരു ഗെയിമിംഗ് ഡിവൈസ് അല്ല. ഇത് ആക്ച്വലി ടെമ്പറേച്ചർ ഞാനിപ്പോൾ ഈ ഗെയിം ഓപ്പൺ ചെയ്തപ്പോൾ 37° ആയിരുന്നു. അത് നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. ഞാനിത് കുറച്ച് നേരം ഇപ്പോൾ 39 ആയി. അതായത് GPU യൂസേജ് 100% നിൽക്കുകയാണ്. ടെമ്പറേച്ചർ 41 ആയി. പക്ഷേ FPS 60 അടുപ്പിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ വലിയ ഗ്രാഫിക്സ് വരുന്നില്ല. ഈ ഒരു സംസാരത്തിൻ്റെ ഒരു അടുത്ത് മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. എൻ്റെ ഗെയിമിങ്ങിൻ്റെ ഒരു നിങ്ങളാരും ശ്രദ്ധിക്കണ്ട. ഞാൻ അത്ര നല്ലൊരു ഗെയിമറൊന്നുമല്ല. പ്രത്യേകിച്ച് മൊബൈലിലല്ല ഞാൻ ഇത്രയും കളിച്ചിട്ടുള്ളത്. ഇത് ഞാൻ PC-യിൽ കളിക്കുന്ന ഗെയിമായിരുന്നു. സോ എൻ്റെ ബാക്കി ഇപ്പം കുറച്ച് ഇതിൽ കളിച്ച് നോക്കിയാണ്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കാൻ വേണ്ടി മാത്രം. ടെമ്പറേച്ചർ 42 ആയി. FPS നിങ്ങൾ നോക്കിക്കോ. FPS 60 അടുപ്പിച്ച് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. GPU യൂസേജ് 90% കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കേസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ കേസ് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹീറ്റിംഗ് പെർഫോമൻസ് കിട്ടുന്നതാണ്. അതായത് കേസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണ് പെട്ടെന്ന് കൂളാവത്തില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോൺ കേസ് ഇല്ലാതെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയൊരു ഡിഫറൻസ് വരും ടെമ്പറേച്ചറിൻ്റെ. ഓക്കെ, പിന്നെ എടുത്ത് പറയാനുള്ളത് റൂം ടെമ്പറേച്ചർ. എൻ്റെ ഇപ്പോഴത്തെ റൂം ടെമ്പറേച്ചർ വന്നിട്ട് 24° ആണ്. 24.8. സോ പിന്നെ ഫോണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 37 ആയിരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കുറച്ച് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിൽ 42 വരെ ടെമ്പറേച്ചർ ആയിരുന്നു. ഒരു ഡൗൺലോഡ് ആയിക്കൊണ്ടിരുന്നപ്പോഴും അതിൻ്റെ പ്രോസസ്സിങ് സമയത്തും. ഓക്കെ, ആക്ച്വലി ഞാൻ ഇനി കുറച്ച് നേരം കളിച്ചിട്ട് അതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ എന്തായാലും ഗെയിം കണ്ടോളൂ. ഞാൻ ചിലപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുമായിരിക്കും. ഓക്കെ,
ഇപ്പോൾ കാണാം FPS 44 ആണ്. ടെമ്പറേച്ചർ 44 ഡിഗ്രി സെൽഷ്യസ് ആയി. 44 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്ക് FPS ഡ്രോപ്പായി. 60 FPS അടുപ്പിച്ച് 50+ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം 50ക്ക് അണ്ടറായി. 40 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. 36 FPS ആയി. Unclaimed articles should be turned in. So, neither of us saw anything here, right? ഓക്കെ ഗൈസ്, ഒരു
13 മിനിറ്റ്സോളം കൂടി ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിച്ചതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിപ്പം ഇട്ടേക്കുന്നത്. അപ്പം ഗെൻഷിൻ ഇമ്പാക്റ്റിൽ ആക്ച്വലി നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്, 45-46 വരെയൊക്കെ പോവും. പിന്നെ FPS വന്നിട്ട് ആക്ച്വലി നമ്മൾ 46 ഡിഗ്രി സെൽഷ്യസോട്ടൊക്കെ അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് FPS 30 അണ്ടറിലോട്ടൊക്കെ കുറഞ്ഞ് വരും. ഓക്കെ, 130 വരുന്നതാണ്. അതാണ് മെയിനായിട്ട്. ഇത് ഒരു കോമ്പാക്ട് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് പറ്റിയതല്ല. പിന്നെ നിങ്ങൾക്ക് എക്സിനോസ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇത് തോന്നേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഏകദേശം S23 സിമിലർ ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇതിലിപ്പോൾ കിട്ടുന്നത്. അപ്പം S23 സ്നാപ്ഡ്രാഗണിൻ്റെതാണ് വരുന്നത്. സെയിം ലെവൽ ഓഫ് പെർഫോമൻസ് തന്നെയാണ് ഏകദേശം ഇതിലും കിട്ടുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് iPhone 15 കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 15 ആകുമ്പം ഗെയിമിങ്ങിന് കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 60 അടുപ്പിച്ച് കിട്ടും. ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 40+ ഒക്കെ എന്തായിരുന്നാലും നിൽക്കും. മെയിനായിട്ട് അതിൻ്റെ ബാറ്ററി, അതിൻ്റെ GPU പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 80% മാത്രമേ ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ iPhone 15 എടുക്കുന്നുള്ളൂ. സോ ഒരു ഗെയിമിംഗ് ഡിവൈസ് എന്ന് മാത്രം നിങ്ങൾക്ക് നോക്കിയാണ് എടുക്കുന്നതെങ്കിൽ iPhone 15 കുറച്ചുണ്ട്. പക്ഷേ ഓവറോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു പ്രൈസിന് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ഒരു ഫോൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും തികഞ്ഞൊരു ഡിവൈസ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അത് നിങ്ങൾ ഇനിയിപ്പം എന്തൊക്കെ ചെയ്ത് ശ്രമിച്ചിരുന്നാലും എല്ലാം തികഞ്ഞൊരു ഡിവൈസ് കിട്ടത്തില്ല. ഒരു ഡിവൈസ് എടുത്താൽ മറ്റൊരു ഡിവൈസിന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വരും. ഓക്കെ, അപ്പം ഓവറോൾ ഉള്ള പെർഫോമൻസിൽ ഞാൻ ഈ S24 എക്സിനോസിൽ സാറ്റിസ്ഫൈഡ് ആണ്. S23 ഉള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇതിപ്പം ത്രോട്ടിൽ ചെയ്യുന്നെങ്കിലും ഇടയ്ക്ക് ഗെൻഷിൻ ഇമ്പാക്റ്റ് പോലത്തുള്ള ഗെയിമുകൾ മാക്സിമം ഫോണിൽ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ഒരുപാട് പൈസ മുടക്കിയൊക്കെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഉള്ള ഒരു മോഡൽ എടുക്കുക. ഗെയിമിങ്ങിന് വേണ്ടി മാത്രം ഒരു ഫോൺ നോക്കുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ വേർഷൻ പറഞ്ഞ S24 അൾട്ര ഉണ്ടല്ലോ, അൾട്രയിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പം പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കുക. അതിൻ്റെ പ്രൈസും ഇതിൻ്റെ പ്രൈസും തമ്മിലുള്ളൊരു ഡിഫറൻസ് നോക്കുക. അപ്പോൾ S24 എടുക്കുന്ന പ്രൈസിന് നിങ്ങൾ ഒരു iPhone 15 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 15 ഗെയിമിങ് കുറച്ച് ബെറ്റർ ആവും. പക്ഷേ നിങ്ങൾക്ക് 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ ബാക്കി വരുന്ന കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ടല്ലോ, ആ ഫീച്ചേഴ്സിലൊക്കെ ഒരുപാട് കുറവുകളും കാര്യങ്ങളും വരും. അതായത് ഇപ്പം Galaxy AI എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് ആപ്പിനകത്തുള്ള ഫീച്ചേഴ്സ് അതും എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. സോ ഗൂഗിളിൻ്റെയും സാംസങ്ങിൻ്റെയുമായിട്ടുള്ള ഫീച്ചേഴ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സാംസങ് ചൂസ് ചെയ്യുന്നത്. പിന്നെ കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് എനിക്കൊരിക്കലും ആപ്പിളിലോട്ട് മാറുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ആപ്പിളിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇൻബിൽട്ടായിട്ട് കോൾ റെക്കോർഡിങ്ങുള്ളൊരു ഫീച്ചറും കൂടെ കൊണ്ടുവന്നാൽ യൂസ്ഫുൾ ആവും. കാരണം ചിലപ്പം നമുക്ക് വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പല സാധനത്തിനും നമുക്ക് ഈ ചിലപ്പോൾ റെക്കോർഡിൻ്റെ ആവശ്യം ഒരുപാട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ. ഇനി ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു 1 മന്ത് റിവ്യൂവിലൊക്കെ ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ PUBG കളിക്കുന്നതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമുക്ക് ഈസി ആയിട്ട് കളിക്കാൻ കേട്ടോ. അതിന് ഇത്ര സ്ട്രെസ് ഒന്നുമില്ല. ഇത് ഗെൻഷിൻ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം ആയതുകൊണ്ടാണ് ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. PUBG ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ കളിക്കാം. ഓക്കെ, അതിലൊരു ഇഷ്യൂസും വരത്തില്ല. ഇത് ഹെവി ഗെയിമാണ്, നിങ്ങൾ കമ്പ്യൂട്ടർ പോലും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, കാരണം ടോട്ടൽ ഫോണിലത്തെ ആപ്പിന് പോലും ഏകദേശം 30+ GB വരുന്നുണ്ട് ഫോണിൽ പോലും. സോ അത്ര ഹെവി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിം ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ഗ്രാഫിക്സ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.